ആമസോൺ ഡോട്ട് ഇൻ അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ട് മീഷോ ഇതിൽ നമ്മൾ പ്രൊഡക്റ്റ് സെല് ചെയ്തിട്ട് നമുക്ക് ഉദ്ദേശിച്ചൊരു സെയിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നെക്സ്റ്റ് സ്റ്റേജ് എന്നുള്ള രീതിയിൽ അല്ലാന്നുണ്ടെങ്കിൽ ഇനി ഫസ്റ്റ് പുതിയൊരു സെല്ലറായിട്ട് വരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് ആമസോൺ ഗ്ലോബൽ സെല്ലിംഗ്. ഇതുവഴി നമ്മൾ പ്രൊഡക്റ്റുകൾ amazon.com ഉദാഹരണം പറയുകയാണെങ്കിൽ USA-ലുള്ള ആമസോൺ, അതേപോലെ യൂറോപ്പ്, സൗദി അറേബ്യ, UAE ഈ പറഞ്ഞ രാജ്യങ്ങളിലെല്ലാം നമ്മൾ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുക. ഇവിടെ സെല് ചെയ്യുമ്പോൾ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വളരെയധികം പ്രോഫിറ്റ് മാർജിൻ ഉണ്ടാകും. കാരണം കൺവേർഷൻ റേറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഡോളറിലാണ് പ്രൊഡക്റ്റ് സെല് ചെയ്യുക. അപ്പോൾ ഒരു ഡോളറിൽ എന്ന് പറഞ്ഞാൽ 83-84 രൂപ വെച്ചിട്ട് നമ്മളെ അക്കൗണ്ടിലേക്ക് കയറും. അപ്പോൾ അത് വളരെ വലിയൊരു പ്രോഫിറ്റ് മാർജിൻ ആണ്. അതേപോലെ തന്നെ നമ്മൾ ബ്രാൻഡിന് ഒരു വേൾഡ് വൈഡ് റെക്കഗ്നീഷൻ കിട്ടും. കാരണം നമ്മൾ പ്രൊഡക്റ്റ് ഇപ്പോൾ ഇവിടെ ഇന്ത്യയിലുണ്ട്, അതേപോലെ US-ലുണ്ട്, യൂറോപ്പിലൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു വേൾഡ് വൈഡ് റെക്കഗ്നീഷൻ ആണ്. അതേപോലെ നമ്മൾ ബ്രാൻഡിന് ഒരു ട്രസ്റ്റ് കിട്ടും. അപ്പോൾ അത് ത്രൂ നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് വളരെയധികം കുറഞ്ഞ RTO റേറ്റ് ആണ്. ഇപ്പോൾ ഇന്ത്യയിൽ സംഭവിക്കേണ്ട ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ഏകദേശം എല്ലാ കാറ്റഗറികളിലും വളരെയധികം സെല്ലേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് കോമ്പറ്റീഷൻ വളരെ കൂടിയോണ്ട് തന്നെ നമുക്ക് പ്രോഫിറ്റ് മാർജിൻ വളരെയധികം കുറവാണ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും സെല് ചെയ്താൽ തന്നെ നമുക്ക് കുറഞ്ഞ മാർജിൻ നമുക്ക് അതിൽ കിട്ടുള്ളൂ. ഇനി അതിൽ തന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അധികം എല്ലാ സെല്ലേഴ്സിനും മിനിമം 50-60% അവർക്ക് RTO ഉണ്ടാവും. അതായത് 100 ഓർഡേഴ്സ് അവർ ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 50-60 ഓർഡറൊക്കെ തിരിച്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 80-90% വരെ RTO റേറ്റ്സ് ഉണ്ടാവാറുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ ഈ RTO റേറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പം നിങ്ങൾ ഓൾറെഡി സെല്ലർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാം. പക്ഷേ അത് അറിയാത്തവർക്ക് നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. RTO കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കസ്റ്റമർ ഓർഡർ ചെയ്തു, ഓർഡർ വന്നു കഴിഞ്ഞാൽ നമ്മളത് പാക്ക് ചെയ്ത് ഡിസ്പാച്ച് ചെയ്യേണ്ടതിൻ്റെ മുന്നേ ക്യാൻസൽ ചെയ്യും. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, പാക്ക് ചെയ്ത് ഡിസ്പാച്ച് ചെയ്ത് കസ്റ്റമറിന് കിട്ടുന്നതിൻ്റെ മുന്നേ അവർ ക്യാൻസൽ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് മുംബൈയിലേക്കാണ് ഓർഡർ എന്നുണ്ടെങ്കിൽ മുംബൈ പോകുന്നതിൻ്റെ മുന്നേ ക്യാൻസൽ ചെയ്താൽ തിരിച്ചും കിട്ടേണ്ടി വരും. അപ്പോൾ അത് അങ്ങനെ ഒരു കണ്ടീഷൻ. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, കസ്റ്റമറിന് കിട്ടുന്ന സമയത്ത്, അതായത് കസ്റ്റമറിനെ വിളിച്ചു ഔട്ട് ഫോർ ഡെലിവറി, അതായത് കസ്റ്റമറിൻ്റെ ഏറ്റവും നിയറസ്റ്റ് ഹബ്ബിൽ എത്തിയിട്ട് കസ്റ്റമറിനെ വിളിക്കുമ്പോൾ അവർ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ റിട്ടേൺ വരും. അതേപോലെ നെക്സ്റ്റ് കണ്ടീഷനാണ്, കസ്റ്റമറിന് കിട്ടിയിട്ട് അവരെന്ത് ചെയ്തു, ഇത് അൺബോക്സ് ചെയ്ത് നോക്കിയപ്പോൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, സൈസ് ഇഷ്യൂ അല്ലെ ക്വാളിറ്റി ഇഷ്യൂ അല്ലെ ചിലപ്പോൾ അവർ യൂസ് ചെയ്തിട്ടാകാം, എന്തായാലും അങ്ങനെയും റിട്ടേൺ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ റിട്ടേൺ എന്നുള്ളത് RTO റേറ്റ്സ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളത് അത്യാവശ്യം ഒരു ബുദ്ധിമുട്ടുള്ള കേസാണ്. കാരണം ഈ RTO വരുന്ന സമയത്ത് പല പ്രൊഡക്റ്റുകളും നമ്മൾ അയച്ച പ്രൊഡക്റ്റ് ആയിരിക്കില്ല തിരിച്ചു വരുന്നത്. കാരണം ചിലപ്പോൾ കസ്റ്റമർ മാറ്റി വെച്ചിട്ടുണ്ടാവും, അങ്ങനെ ഇഷ്യൂ വരാറുണ്ട്. അതേപോലെ തന്നെ ഈ ഡെലിവറി സമയത്ത് ചിലപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റുകൾ വേണ്ട പോലെ ഇവർ മാനേജ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് അയച്ച പോലെ ആവില്ല തിരിച്ചു വരാം. കാരണം ചിലപ്പോൾ ഇത് പൊട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ സ്ക്രാച്ച് ആയിട്ടുണ്ടാവും, പിന്നെ നമുക്കിത് റീസെല് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇത് നമ്മൾ ആമസോണിൽ ക്ലെയിം ചെയ്യണം, ഇങ്ങനെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ അതിന് റീഫണ്ട് കിട്ടും. കിട്ടുകയാണെങ്കിൽ 60-80% ഒക്കെയാണ് നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് റീഫണ്ട് കിട്ടുക. പക്ഷേ അത് നമ്മൾ കറക്റ്റ് ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ആമസോണിൽ കാണിച്ചു കൊടുക്കണം, ഇങ്ങനെയൊക്കെയാണ് പ്രോബ്ലം ഉള്ളത്, കിട്ടിയപ്പോൾ ഡാമേജ് ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ അവർ ആ ഒരു കേസ് എസ്കലേറ്റ് ചെയ്തിട്ട് വെരിഫൈഡ് ആണെങ്കിൽ അവരെന്ത് ചെയ്യും, റീഫണ്ട് തരും, റീഎംബേഴ്സ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് റീഫണ്ട് കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഹയർ റേറ്റ് RTO റേറ്റ് വളരെയധികം കൂടുതലാണ്, അതേപോലെ പ്രോഫിറ്റ് മാർജിൻ വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഓവർകം ചെയ്യാനാണ് നമുക്ക് ആമസോൺ ഗ്ലോബൽ സെല്ലിംഗ് എന്നുള്ളൊരു ഓപ്ഷന്. ഇപ്പോൾ നമ്മൾ US-ലൊക്കെ സെല് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്തെടുത്തോളം ക്ലയൻസിന് വളരെയധികം പോസിറ്റീവാണ്. കാരണം US-ൽ നമ്മൾ വിൽക്കുന്ന സമയത്ത് അവിടെ കോമ്പറ്റീഷൻ കുറവാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ ഇന്ത്യയിലുള്ളൊരു മാനുഫാക്ചർ ആണെങ്കിൽ കോസ്മെറ്റിക് പ്രൊഡക്റ്റുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഫോറിൻ മാർക്കറ്റ് പ്ലേസിൽ വളരെയധികം ഡിമാൻഡുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മളങ്ങനെ സെല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡോളറിലായതുകൊണ്ട് തന്നെ ആ ഒരു കൺവേർഷൻ റേറ്റിൻ്റെ ആ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. അതേപോലെ നമ്മൾ ഒരു പ്രൊഫഷണലായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. കാരണം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ ഒരു ABC എന്നുള്ള ബ്രാൻഡ് ഒരു ബ്രാൻഡ് സ്റ്റോറൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ മൾട്ടിപ്പിൾ പ്രൊഡക്റ്റുകൾ, അതായത് ഒരു ബ്രാൻഡ് നെയിമിൻ്റെ കീഴിൽ ആ ഒരു ബ്രാൻഡ് നെയിം ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ സാംസങ്, പിജിയോൺ അതൊക്കെ ഇലക്ട്രോണിക് കാറ്റഗറിയിൽ വരുന്നതാണ്. അതേപോലെ തന്നെ കോസ്മെറ്റിക്സിൽ വരുന്ന വേറെ ബ്രാൻഡുകൾ ഉണ്ടാവും. അപ്പോൾ അതേപോലെ ഒരു ബ്രാൻഡ് നമുക്ക് എന്ത് ചെയ്യാം,
ഒരു ഇൻ്റർനാഷണൽ വേൾഡ് വൈഡ് റെക്കഗ്നിഷൻ കിട്ടുന്ന രീതിയിൽ ഒരു ബ്രാൻഡ് നമുക്ക് ഗ്രോ ചെയ്തെടുക്കുക. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഡ്രസ്സിൻ്റെ ഇതിലൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എക്സ്പോർട്ടിന് വേണ്ടി ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്, ടാക്സ് റിബേറ്റ്, അതേപോലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ കൂടുതലായിട്ട് ഡെപ്ത് ആയിട്ട് ആ ഒരു ഫീൽഡിൽ എത്തുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. എന്തൊക്കെ ആനുകൂല്യങ്ങളും സപ്പോർട്ടുകളൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് ചെയ്യുമ്പോൾ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഉള്ളതുണ്ട്. അതേപോലെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കുക. അപ്പോൾ ആമസോൺ ഗ്ലോബൽ സെല്ലിങ് വളരെയധികം ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മേഖലയാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ, ആമസോൺ ഗ്ലോബൽ സെല്ലിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽഡ് അറിയണമെന്നുണ്ടെങ്കിൽ ലേൺ എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് ഞാൻ അത് നിങ്ങൾക്ക് DM-ലേക്ക് ഒരു ലിങ്ക് അയക്കാം. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആമസോൺ ഗ്ലോബൽ സെല്ലിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും. ആമസോൺ സെല്ലർ യൂണിവേഴ്സിറ്റി എന്നുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ ആമസോൺ തന്നെ നമുക്ക് പറഞ്ഞുതരും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്, അതേപോലെ എന്തൊക്കെയാണ് ഫോർമാലിറ്റീസ്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, എന്താണ് അതിൻ്റെ പ്രോസസ്സ് എന്നുള്ള എല്ലാ കാര്യങ്ങളും ആമസോണിൽ നിന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കുക. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ, വിഷ് യു ഓൾ റിയലി ഗുഡ് ആൻഡ് താങ്ക് യു.